എല്ലാവർക്കും പെറ്റ് സ്റ്റോക്ക് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്യാം കൃഷ്ണൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് എഗ്ഗ് ടെസ്റ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചിട്ടാണ്. അതായത് എഗ്ഗ് വിരിയാൻ ചാൻസ് ഉണ്ടോ അതോ എഗ്ഗിന് ഗ്രോത്ത് ഇല്ലയോ ഗ്രോത്ത് ഉണ്ടോ എന്നെങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ കണ്ടെത്തുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം വീഡിയോയിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ബ്രീഡിങ് കഴിയുമ്പോഴും വ്യക്തമായ രീതിയിലൊരു ഗ്യാപ്പ് ബേഡ്സിന് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത തവണ ബ്രീഡ് ചെയ്യുമ്പോൾ ആ ഒരു കുഞ്ഞിന് നല്ല ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അതുതന്നെ നമ്മുടെ ബേഡിൻ്റെ ഹെൽത്തും നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കേജിൽ എല്ലാ ബേഡുകൾക്കും ഒരു റെസ്റ്റ് ടൈം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കേജിലുമുള്ള പോട്ടുകളും ബ്രീഡിംഗ് ബോക്സൊക്കെ അഴിച്ചു മാറ്റിയേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഗ്ഗ് കിട്ടാൻ നിവൃത്തിയില്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കാണിച്ചു തരുമായിരുന്നു. ഇത് അത്രയ്ക്ക് ഒന്നുമില്ല. നമുക്ക് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്നതാണ്. അതുപോലെ നമ്മൾ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഇമേജ് വരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും ആരും പേടിക്കേണ്ട. നമ്മുടെ വീഡിയോയിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് എഗ്ഗിൻ്റെ ഗ്രോത്ത് കണ്ടെത്താൻ സാധിക്കുക, ഇങ്ങനെ കണ്ടെത്തുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. മെയിനായിട്ട് പറയുന്നത്, ഓരോ ബേഡും അധികം എഗ്ഗ് ഇടാറുണ്ട്. അപ്പോൾ മെയിലിൻ്റെ ആക്ടിവിറ്റി അനുസരിച്ചും പ്രൊഡക്ടിവിറ്റിയൊക്കെ അനുസരിച്ചാണ് എഗ്ഗിൻ്റെ കൗണ്ട് പോകുന്നത്. അതുപോലെ ഫീമെയിലിൻ്റെ ഹെൽത്തും. അപ്പോൾ നോർമലി ലവ് ബേഡ്സ് 4 മുതൽ 8 എഗ്ഗ് വരെ അത് കൂടുതലും ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ആ ബേഡിൻ്റെ സൈസിനനുസരിച്ചുള്ള എഗ്ഗിൻ്റെ കൗണ്ട് കൂടുന്നതനുസരിച്ച് ഇതിനെല്ലാ എഗ്ഗിനും ചൂട് കിട്ടാൻ ചാൻസ് കുറയും. അപ്പം ചിലപ്പം പല എഗ്ഗിലും ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പല എഗ്ഗിലും കറക്റ്റായിട്ടുള്ള ബീജവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എല്ലാ എഗ്ഗും വിരിയത്തില്ല. പക്ഷേ ഗ്രോത്തുള്ള ഒരുപാട് എഗ്ഗും ഉണ്ടാവും. ഈ ഗ്രോത്തുള്ള എഗ്ഗിന് ചൂട് കിട്ടി ഉറപ്പായിട്ട് അത് വിരിയും. ഈ ഗ്രോത്തൊന്നും ഇല്ലാത്ത എഗ്ഗിന് ചൂട് കിട്ടിയിട്ട് കാര്യവുമില്ല. അപ്പോൾ നമുക്കൊരു പ്രയോജനം, നമുക്ക് ഇങ്ങനെയുള്ള എഗ്ഗുകൾ ഒരാഴ്ച കൊണ്ട് കണ്ടെത്താൻ സാധിക്കും. അതായത് ഒരു ബേഡ് എഗ്ഗ് ഇട്ട് 5 ദിവസം തൊട്ട് അങ്ങോട്ട് നമുക്ക് വിരിയാൻ ചാൻസ് ഉണ്ടോ ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ ഒരു ടോർച്ച് ലൈറ്റിൽ, ഇപ്പോൾ നമ്മുടെ ഫോൺ ഇങ്ങനെ മലർത്തി വെക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഫ്ലാഷ് ഉണ്ടാവും. അപ്പോൾ ഫ്ലാഷിലേക്ക് നമ്മളിങ്ങനെ എഗ്ഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബ്ലഡിൻ്റെ വെയിനും കാര്യങ്ങളൊക്കെ അത് വന്നിട്ടുണ്ടാവും. അത് ഞരമ്പുകളുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് റെഡ് പാട പോലെയൊക്കെ കാണാൻ സാധിക്കും തുടക്കത്തിൽ. അപ്പോൾ ഇതിൻ്റെ വളർച്ച അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇത് നന്നായിട്ട് കാണാൻ, മൊത്തം റെഡായിട്ട് കാണാനും നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഗ്രോത്ത് ഉള്ള എഗ്ഗാണ്. അതല്ല ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞരമ്പുകളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗ്രോത്ത് ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ബേഡും എഗ്ഗ് ഇടുന്നത് ഒരു ഗ്യാപ്പ് സെറ്റ് ചെയ്തായിരിക്കും. ഇപ്പം ചില ബേഡ് 1 ഡേ ഗ്യാപ്പ്, ചിലപ്പോൾ 2 ഡേ ഗ്യാപ്പിൽ വരും. അതായത് ഇന്ന് എഗ്ഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ആ ബേഡ് എഗ്ഗ് ഇടുന്നത്. അതിൻ്റെ മേറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചാണ് വരുന്നത്. കോമൺ ആയിട്ട് ബേഡുകൾ ഏകദേശം ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഇട്ടാണ് എഗ്ഗ് ഇടാറുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു എഗ്ഗ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എഗ്ഗുകളൊക്കെ 4-5 ആയിട്ടുണ്ടാവും. പക്ഷേ അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ 1-2 ദിവസമായ എഗ്ഗിലൊന്നും എത്ര ചൂട് കിട്ടിയാലും ഈ ഒരു ലൈനൊന്നും വന്നിട്ടുണ്ടാവുന്നില്ല. നമ്മൾ പറഞ്ഞു, ഒരു ബേഡ് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബഡ്ജീസ്, അതായത് നമ്മുടെ നോർമൽ ലവ് ബേഡ്സ് എഗ്ഗ് ഇടുന്നത് 4 മുതൽ 8 എഗ്ഗാണ്. ഈ 4 മുതൽ 8 എഗ്ഗ് വരെ ഇടണമെങ്കിൽ ചിലപ്പോൾ ഇത് കുറേ നാളുകൊണ്ടായിരിക്കും ഇങ്ങനെ എടുത്തിടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പോയിട്ട് ഒരാഴ്ച പോയി ടെസ്റ്റ് ചെയ്യുമ്പം ചിലപ്പോൾ ഈ അവസാനം ഇട്ട് 2 ദിവസമായ എഗ്ഗിലൊന്നും ഈ ഗ്രോത്ത് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് നേരെ ആ എഗ്ഗ് ഒഴിവാക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരാഴ്ചയെങ്കിലും ആയ എഗ്ഗ്, ഒരാഴ്ച പഴക്കമായി ആ ഒരാഴ്ച കൊണ്ട് ചൂട് കിട്ടുന്ന എഗ്ഗിൽ മാത്രമേ നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മഴ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ പോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് അധികം തണുപ്പ് വരുമ്പം ഈ ബേഡിന് എത്ര ചൂട് കൊടുത്താലും അത് ആ എഗ്ഗിൽ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മഴ സമയത്ത് ബ്രീഡിംഗ് ബോക്സ് തന്നെ സെറ്റ് ചെയ്യുക. അല്ല സമയത്ത് നമുക്ക് പോട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ചെയ്യുന്ന ബേഡാണെങ്കിൽ ഒരുപാട് നെക്സ്റ്റ് മെറ്റീരിയൽ കൊടുക്കുക. ഇതിൻ്റെ പ്രയോജനം പറഞ്ഞാൽ, ബേഡ് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഈ ഒരു എഗ്ഗിലേക്ക് വരുന്ന ചൂട് ആ ഒരു നെക്സ്റ്റ് മെറ്റീരിയലും കൂടി തങ്ങി നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം ബേഡ് ഇല്ലാത്ത സമയത്ത് ഒരു ചൂട് അതിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ കുഞ്ഞ് വിരിഞ്ഞാലും ആ ഒരു ചൂട്, ആ ഒരു ഹഗ് ചെയ്തിരിക്കുമ്പോൾ ആ ചൂട് അവിടെ നിലനിൽക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ വുഡ് ബോക്സ് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പോട്ട് വെക്കുമ്പോൾ നെക്സ്റ്റ് മെറ്റീരിയൽ വെച്ച് കൊടുക്കുമ്പോഴുള്ള പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പം നമ്മൾ എഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രയോജനം പറഞ്ഞു. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഈ 8 എഗ്ഗൊക്കെ ഇടുന്നൊരു ബേഡ് ഇത് അടയിരുന്ന് വരുമ്പോഴത്തേക്കും പകുതി എഗ്ഗിന് ചൂട് കിട്ടത്തില്ല. അപ്പോൾ അതിന് ചൂട് കിട്ടാതാകുമ്പം ചിലപ്പോൾ
ചിലപ്പം ഗ്രോത്ത് വിരിയാൻ ചാൻസ് ഉള്ള എഗ്ഗിന് ചൂട് കിട്ടാതാകുമ്പോൾ അത് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ എഗ്ഗും ഒരാഴ്ചയാകുമ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്രോത്ത് ഇല്ലെങ്കിൽ ആ ഒരു എഗ്ഗ് എടുത്ത് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഗ്രോത്തുള്ള എഗ്ഗിന് ചൂട് കറക്റ്റായിട്ട് കിട്ടും. അതായത് എഗ്ഗിൻ്റെ കൗണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. 8 എഗ്ഗ് ഇട്ടു, അതിൽ 3 ഗ്രോത്ത് ഇല്ല, ബാക്കിയുള്ളതിന് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ബേർഡിന് അറിയത്തില്ല, ചിലപ്പോൾ ഈ ബേർഡ് അടയിരിക്കുന്ന ഈ ഗ്രോത്ത് ഇല്ലാത്ത എഗ്ഗിനായിരിക്കും. അപ്പോൾ മറ്റുള്ള എഗ്ഗ് നശിച്ചു പോകും. ആ സമയത്ത് നമ്മൾ ഒരാഴ്ചയാകുമ്പോഴേ നോക്കിയിട്ട് ഗ്രോത്ത് ഇല്ലാത്ത എഗ്ഗുകളൊക്കെ എടുത്ത് പറക്കി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എഗ്ഗിൻ്റെ കൗണ്ട് കുറയും. അപ്പോൾ ബാക്കി എല്ലാ എഗ്ഗിനും ചൂട് കിട്ടാനും ഉപയോഗിക്കും. അപ്പോൾ ആ രീതിയിലെല്ലാം വിരിച്ചിറക്കാൻ സാധിക്കും എന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് എല്ലാവരും ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസണും. അതുപോലെ തന്നെ ചിലപ്പോൾ പൂർണ്ണമായിട്ടും പല എഗ്ഗിനും ഗ്രോത്തും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ ഈ ബേർഡിൻ്റെ ടൈം നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ സാധിക്കും. അതായത് 2 ആഴ്ചയായിട്ടും ഒരു എഗ്ഗിന് പോലും ഒരു വെയിനും ഇല്ല, അതായത് ഒരു ഞരമ്പും ഇല്ല, ഒന്നുമില്ല, ഒരു മാറ്റവും ഇല്ലെങ്കിൽ അത് എഗ്ഗെല്ലാം പറക്കി മാറ്റുക. അതൊന്നും ഗ്രോത്ത് ഇല്ലാത്ത എഗ്ഗായിരിക്കും. അപ്പോൾ ആ ബേർഡ് അത്രയും ദിവസം വീണ്ടും 21-18 ദിവസമൊക്കെ വെറുതെ അതിൻ്റെ മേലെ അടയിരുന്ന് അതിൻ്റെ ഒരു ഹെൽത്തിനും കൂടി പോകാതെ നമ്മൾ പറക്കി മാറ്റുന്ന വഴി അതിന് വീണ്ടും മേറ്റ് ചെയ്യും, വീണ്ടും പെട്ടെന്ന് തന്നെ എഗ്ഗ് ഇടാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എഗ്ഗ് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ. പിന്നെ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ഒരു ഫ്ലാഷ് എടുക്കുക അല്ലെങ്കിൽ ചെറിയ ലൈറ്റുകൾ എടുക്കുക. എപ്പോഴും വലിയ ശക്തിയുള്ള ലൈറ്റുകൾ എടുക്കാതെ കുറച്ച് ഭംഗിയ ഡിമ്മായിട്ടുള്ള ലൈറ്റ് എടുത്തിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുട്ടത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് കാണാൻ പറ്റും. അല്ലാതെ നോക്കിയാലും അത്യാവശ്യം കാണാനായിട്ട് സാധിക്കും. വെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ട്, വെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഗ്രോത്ത് ഇല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ പ്രയോജനങ്ങളായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അതിൻ്റെ 3-4 പ്രയോജനങ്ങളുണ്ട്. ആ 4 ബെനിഫിറ്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരുന്നു. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതിലും പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ ഏതാണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനെ റെഫർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പല റീസെൻറ്റ് കമൻറ്റുകളിലും നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് നോക്കാതാണ് വന്ന് ഇത് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ചുമ്മാ റെഫർ ചെയ്ത് നോക്കുക. ഓരോ തമ്പനെയിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു വീഡിയോയുടെയും തുടക്കഭാഗത്ത് എഴുതിയിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത്. അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പെറ്റ്സ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഇതുപോലെ പക്ഷികളെയൊക്കെ വളർത്തുന്ന ഫ്രണ്ട്സിനും കൂടി ഫോർവേഡ് കൂടി ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ പേര് ശ്യാം കൃഷ്ണൻ. ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.